ഡ്രാഗൺ ബോളിൻ്റെ ക്രിയേറ്ററായ അക്കീറ ടോറിയാമയുടെ മരിക്കുന്നതിന് മുന്നേയുള്ള ഒരു വർക്കാണ് സാൻഡ്ലാൻഡ് എന്ന് പറയുന്നത്. അക്കീറ ടോറിയാമയ്ക്ക് തൻ്റെ മാങ്കാസ് ഒന്നും ആനിമയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല മരിക്കുന്നത് വരെ. സോ എനിവേ സാൻഡ്ലാൻഡ് ഒരു ആക്ഷൻ ഫിക്ഷൻ കോമഡി പാക്കഡായിട്ടുള്ള ഒരു ആനിമയാണ്. നിങ്ങൾ ഡ്രാഗൺ ബോൾ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് സാൻഡ്ലാൻഡിലേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ക്യാരക്ടർ ഡിസൈൻ എല്ലാം ഏകദേശം കാണാൻ പറ്റും കുറേ ക്യാരക്ടേഴ്സിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ പ്ലോട്ട് ലൈൻ, അതായത് ഇതിൻ്റെ ഒരു തുടക്കം എന്താണെന്ന് ഞാൻ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി എന്താണെന്ന് പറയാം. അതായത് ഫ്യൂച്ചറിൽ ഭൂമിയിൽ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധം ലോകത്തെ മൊത്തം നശിപ്പിച്ചു. അവിടുത്തെ ഭൂമിയെ മൊത്തം ഒരു വെള്ളമില്ലാത്ത ഒരു തരിശ് ഭൂമിയാക്കി അത് മാറ്റി. അപ്പോൾ അതാണ് സാൻഡ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി നടക്കുന്നത്. സോ ആ സ്ഥലത്ത് ബാക്കിയുള്ള വെള്ളം മൊത്തം അവിടുത്തെ വളരെ അത്യാഗ്രഹിയായ ആ ഒരു രാജാവ് തൻ്റെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെള്ളം കിട്ടണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടുത്തെ ഷെറിഫായ റാവോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അദ്ദേഹം ഒരുപാട് മുന്നേ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ലെജൻഡറി ലേക്ക് ഉണ്ട്. അത് ഒരിക്കലും പറ്റാത്തൊരു ലേക്കാണ്. അപ്പോൾ ആ ലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഇതിനുള്ള ഒരു ഹെൽപ്പിനായിട്ട് ബേസ്ബൾബ് എന്ന് പറഞ്ഞ ഒരു ഡീമൻ്റെ സഹായം തേടുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് ബേസ്ബൾബ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ. അങ്ങനെ അവർ വെള്ളം അന്വേഷിച്ചുള്ള യാത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം, അതായത് 6 എപ്പിസോഡുള്ള ഒരു ആദ്യ ഭാഗമാണുള്ളത്. ആ ആദ്യ ഭാഗത്തിൽ ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറി പറഞ്ഞു തീർക്കുന്നുണ്ട്. ദെൻ അഗെയിൻ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ബാക്കി 6 അപ്പോൾ അതിൽ വേറെ എൻ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആനിമേഷൻ പറയുകയാണെങ്കിൽ ഇതിൽ ആനിമേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം നിങ്ങൾ ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു 3D 2D മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. എനിവേ എനിക്കത് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാം. ഫോർ മീ ദിസ് ഓക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് ക്യാരക്ടർ ഡെപ്തിലേക്കൊന്നും ഈ ഒരു ആനിമെ പോകുന്നില്ല. കാരണം ആ ഒരു ഡീമൺ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അവരൊരു വോൾ സ്റ്റോറി തന്നെ പറയാനുള്ള ഒരു ഇതുണ്ട്. മറിച്ച് ആ ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് അവരുടെ ഒരു ജേണി ഇതിലാണ് പോകുന്നത്. സൺ ഓഫ് സാത്താൻ എന്നുള്ള രീതിയിലാണ് ബേസിബൾബിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. പിന്നെ റാവു എന്ന് പറഞ്ഞ ഒരു ഫോർമർ ആയിട്ടുള്ള ഒരു അവിടുത്തെ മിലിറ്ററി ഇതായിരിക്കും റാവു എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു 6 എപ്പിസോഡിൽ അവരുടെ ആ സ്റ്റോറിയും ഇതുമൊക്കെ ആ വെള്ളം കണ്ടുപിടിക്കാനുള്ള യാത്രയും എല്ലാമായിട്ട് ഒരുപാട് ആക്ഷൻസും എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ഡ്രാഗൺ ബോൾ റെഫറൻസ് അല്ലെങ്കിൽ ഏകദേശം ഒരു സിമിലർ സ്റ്റോറി പാറ്റേൺ ആ ഒരു ലൈനിനകത്ത് കാണാൻ പറ്റി. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ കൊള്ളാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ആ ഫസ്റ്റ് 3 എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറി എൻഡിങ് ഓൾമോസ്റ്റ് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതായത് ഇങ്ങനെ പോകുമെന്ന് നമ്മൾ വിചാരിക്കും, ബട്ട് സ്റ്റിൽ വർത്ത് വാച്ചിങ് ആണ്. എന്തായാലും ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ് തന്നെയാണ് സംഭവം. ആൻഡ് സെക്കൻഡ് ആർക്കിലേക്ക് പോകുമ്പോൾ എനിക്ക് പേഴ്സണലി അതിൻ്റെ ഫസ്റ്റ് ആർക്കിൻ്റെ അത്രയും ഒരു എന്താ പറയുക എഫക്റ്റീവ് അല്ലായിരുന്നു സെക്കൻഡ് ആർക്കിലേക്ക് വരുമ്പോൾ. സോ ഇതുകൊണ്ടൊന്നും ഈ ആനിമെ കാണണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഡെഫിനറ്റ്ലി ഇത് ഒരു ആർട്ട് ഓഫ് വർക്ക് തന്നെയാണ്. നിങ്ങൾ ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാവുന്ന, പെട്ടെന്ന് കണ്ടെടുക്കാവുന്ന ഒരു ആനിമയാണ്. ജസ്റ്റ് ഇത്രയും ഇതിനകത്ത് അത് എന്തായാലും ഒതുക്കി തീർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗെയിം ഉണ്ട്, സാൻഡ്ലാൻഡ് എന്ന് പറഞ്ഞ്. പിന്നെ മാങ്ക വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മാങ്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഒരു ഗുഡ് വർക്ക് തന്നെയാണ്.